ക്രിസ്മസിന് ടീമാണ് കേട്ടാ. ലിവിൻചി നോക്കൂ, ലിവിൻചി നോക്കൂ. എവിടേക്ക് പോണെന്ന് പകർപ്പ് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല, പകർപ്പ് കൊണ്ടുപോവാ. അത് മറ്റേ ഫ്രണ്ടില് പോണത് മറ്റേ അമ്പാണ്, അമ്പ്. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഇതെന്തൊരു കയ്യിൽ എന്തുവാ? ഇത് ബിരിയാണി. മേരി ക്രിസ്മസ്. വിഷ്ണുവിന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉണ്ടാക്കി പുൽക്കൂടാണ്. പുൽക്കൂടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മള് ചെറിയ രീതിയിൽ നമ്മള് ഇത് ദുബായിലെ പുൽക്കൂടാന്ന് പറഞ്ഞ, അറബികളുടെ പുൽക്കൂടാന്ന് പറഞ്ഞ. അത് കാരണമാണ് കളർ വ്യത്യാസം. പുല്ലില്ല. ഇതില് കൂടുതലും അറബി രാജാക്കന്മാരാണ്. കണ്ടില്ലേ, ഈ രാജാവിനെ കണ്ടറിയാം. ഉണ്ടോ? ആ, ഇത് ഈ രാജാവിനുണ്ടോ? അത് രാജാവല്ല, രാജ്ഞിയാ. സോറി, ഇത് രാജാവ്. ഈ പുൽക്കൂടിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ണീശ മാത്രമല്ല, അവസരപിതാവില്ല, മാതാവില്ല. വീട്ടിൽ വന്നപ്പോ കള്ളപ്പും വിഷ്ണുവിന്റെ വൈഫിന്റെ ജിനുവിന്റെ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പൊ എടാ ഇത് എന്തൊട്ട് പരിപാടി ഇതാ. അപ്പൊ അത് അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിട്ട് കിടന്ന് ഉറങ്ങാണ്. നമ്മളിത് കഴിക്കുക. നമ്മളല്ല, താപ്പ കഴിച്ചു തുടങ്ങി. ഇയാളുടെ റാംജിത മട്ടനും പിന്നെ റൈസും. എന്റെ പൊന്നെ, എങ്ങനെയുണ്ട്? നമ്മുടെ ലിവിഞ്ച് ഉണ്ടാക്കിയതാട്ടാ മട്ടൻ ബിരിയാണി. കൂടെ നമ്മുടെ ജെയ്സൺ ബ്രോ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം വിഷ്ണു 264. ഇത് 16. കിഡിലും വെള്ളയപ്പം ഉണ്ടാവും വിഷ്ണു വീട്ടിലേക്ക്. നല്ല വെള്ളയപ്പും നല്ല ചിക്കൻ. അപ്പൊ അടുത്തത് ഇതാണ് പരിപാടി. എന്താണ് പരിപാടി? അടുത്ത പരിപാടി ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോണ ചിക്കൻ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇത് നമ്മുടെ റാമിന്റെ സ്പെഷ്യൽ മസാലയാണ്. എന്തൊക്കെയാണ് മസാല? സാധാരണ പോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മറ്റേ ചില്ലി ഫ്ലേക്സ്, പിന്നെ ചിക്കന്റെ ചിക്കൻ ക്യൂബ്, പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സാധനം നമ്മള് ഒരു 1 hour ഇത് നമ്മള് വെക്കണം. മസാലയൊക്കെ ഒന്ന് സെറ്റായി നോക്കും. അത് കഴിഞ്ഞ് നമ്മള് ഇത് ഓവനിൽ വെക്കും. ഒരു 1 hour സ്ലോ കുക്ക്. അത് കഴിഞ്ഞ സാധനം ചെറുന്ന സമയമാണ്. ഇതേപോലെ തന്നെ വെക്കട്ടോ. അതിൽ കുറച്ച് മല്ലില് കുറച്ച് മിന്റും കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. ഇത് തിരിച്ചു വെക്കണം, ഇങ്ങനെ വെക്കണോ? ഈ എങ്ങനെയുള്ള വെച്ചോ? തിരിച്ചു ബീഫൊക്കെ ഒട്ടഞ്ഞ് അലുവ കഷ്ണം പോലെ. അലുവയാണോ? അപ്പൊ അലുവ നല്ല മണുണ്ട് അല്ലേ? നല്ല മണുണ്ട്. ഇത് കഴിച്ചിട്ട് ഇത് നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴേ അഭിപ്രായം വേണ്ട. നന്നായി. ഇതാണ് ഇന്നത്തെ ഫുഡ് കിട്ടാൻ നോക്കിയാ റാംജി. ഇതാണ് ഫുഡ്. എൻ്റെ ഒപ്പം നോക്കി സലാഡ്, പിന്നെ മറ്റേ പോർക്ക് സലാഡ്, പിന്നെ ചിക്കൻ നോക്കിയിരിക്കുന്നത്, പിന്നെ ചിക്കൻ കുറുമ, ഇഷ്ടു.
അയ്യോ ഓക്കില്ലേ നമുക്കിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറ്റുക എന്താ ചെയ്യാൻ പറ്റാന്ന്